ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നമുക്ക് നോക്കാനുള്ളത് f ഫ്രം എന്താണ് r to r plus ആണ് നമുക്ക് തന്നിട്ടുള്ളത് യൂണിയൻ 0 defined by f of x equal to x square g from r plus union 0 to r defined by g of x equal to root x find g composition f and f composition g അപ്പോൾ അത് ഞാൻ g composition f നെ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ g composition f of x equal to g ന്റെ ഉള്ളിൽ f of x നെ ഇട്ട് കൊടുത്തു അപ്പോൾ g ന്റെ ഉള്ളിൽ f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g ഇട്ടു f of x എന്ന് പറയുന്നത് x സ്ക്വയർ ആണ് g of x എന്ന് പറയുന്നത് എന്താണ് റൂട്ട് x ആണ് അപ്പോൾ ഇവിടെ റൂട്ടിന്റെ x ന് പകരം നമ്മൾ എന്ത് എഴുതുന്നു റൂട്ട് ഓഫ് x സ്ക്വയർ എന്ന് എഴുതുന്നു ഓക്കെ ഇനി ഇവിടെ നമ്മുടെ റേഞ്ച് കോഡൊമൈൻ എന്ന് നമുക്ക് തന്നിരിക്കുന്നത് r plus യൂണിയൻ 0 എന്നാണ് തന്നിട്ടുള്ളത് അതിനർത്ഥം നമുക്ക് ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് വരുമല്ലോ അതിൽ മൈനസ് ഒന്നും നമ്മൾ എടുക്കണില്ല പകരം നമുക്കിപ്പോൾ ഇവിടെ എന്ത് കിട്ടി g കോമ്പോസിഷൻ f of x എന്ന് പറയുന്നത് x എന്ന് കിട്ടി അടുത്തത് f കോമ്പോസിഷൻ g of x ചെയ്യാണ് അതായത് f ന്റെ ഉള്ളിൽ ആരെ ഇട്ട് കൊടുക്കുന്നു നമ്മൾ g of x നെ ഇട്ട് കൊടുക്കുന്നു f of g of x അപ്പോൾ f g of x നമുക്ക് എന്ത് തന്നിരിക്കുന്നത് റൂട്ട് x അപ്പോൾ ഇവിടെ x ന് പകരം റൂട്ട് x ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വന്നു റൂട്ട് x ന്റെ സ്ക്വയർ റൂട്ട് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ് x ആണ് അപ്പോൾ രണ്ടും നമുക്ക് എന്താണ് കിട്ടിയത് x ആണ് റൂട്ട് ഓഫ് x സ്ക്വയർ ഇവിടെ മോഡ് x എന്ന് എഴുതാൻ കാരണം എന്താ ഇവിടെ നമുക്ക് എന്താ പറയാ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ് വരുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മുടെ കോഡൊമൈനിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ മോഡ് x എന്ന് എഴുതുന്നതാണ് കറക്റ്റ് ആയ ആൻസർ ഇനി അടുത്തത് f g h r to r defined by f of x equal to x plus 2 g of x equal to x minus 2 h of x equal to 3x find f composition g composition f composition g composition h ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് അറിയണത് തന്നെയാണ് ആദ്യം f composition g ചെയ്തു f ന്റെ ഉള്ളിൽ g നെ ഇട്ട് കൊടുത്തു g എന്ന് പറയുന്നത് എന്താണ് x minus 2 അപ്പോൾ f of x എന്ന് പറയുന്നത് എന്താണ് x plus 2 ഇപ്പൊ x ന് പകരം കിടക്കുന്നത് x minus 2 അപ്പൊ ഇവിടെ x minus 2 എന്ന് റിപ്ലേസ് ചെയ്യുമ്പോൾ x minus 2 plus 2 എന്ന് വരും ആ minus 2 plus 2 കട്ടായി പോയിട്ട് നമുക്ക് x എന്ന് കിട്ടി ഇനി g ന്റെ ഉള്ളിൽ f of x ന് ഇടണം f of x x plus 2 ആണ് അപ്പൊ ഇവിടെ g എവിടെയാ g of x എന്ന് പറയുന്നത് x minus 2 ആണ് നമുക്ക് വേണ്ടത് g of x plus 2 അപ്പൊ ഇവിടെ x ഉള്ളിടത്ത് എന്ത് എഴുതണം x plus 2 എന്ന് എഴുതണം അപ്പൊ നമുക്ക് എന്ത് കിട്ടി x എന്ന് കിട്ടി ഞാൻ പറഞ്ഞതിന്റെ ബ്രാക്കറ്റ് വല്ല തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണമെന്ന് അപ്പൊ നമുക്ക് അത് കിട്ടിയിട്ടുണ്ടല്ലോ x അപ്പൊ f കോമ്പോസിഷൻ g ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് h എന്ന് പറയുന്നത് 3x ആണ് f കോമ്പോസിഷൻ g ഓഫ് x എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x തന്നെയാണ് അപ്പൊ ഇവിടെ x ന് പകരം എന്തിട്ട് കൊടുക്കുക 3x കൊടുക്കാം അടുത്തത് h കോമ്പോസിഷൻ g കോമ്പോസിഷൻ f അപ്പോ നമുക്ക് f of x എന്ന് പറയുന്ന ആള് x plus 2 ആണ് അപ്പൊ g of x plus 2 നേരത്തെ പറഞ്ഞ പോലെ g of x എന്ന് പറയുന്നത് x minus 2 ആണ് ആ x ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കണം നമുക്കിപ്പോ ആവശ്യമുള്ളത് g of x plus 2 ആണ് അപ്പോ x ഉള്ളിടത്ത് plus 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും x plus 2 minus 2 അവിടെ നമുക്ക് എന്ത് വന്നു x എന്ന് വന്നു h of x അപ്പൊ നമുക്ക് എന്താണ് 3x എന്ന് കിട്ടി അടുത്ത നമുക്കുള്ളത് g കോമ്പോസിഷൻ h ആണ് അപ്പൊ g കോമ്പോസിഷൻ h ആദ്യം കണ്ടുപിടിക്കുകയാണ് g ന്റെ ഉള്ളിൽ h of x ഇട്ട് കൊടുത്തു g ന്റെ ഉള്ളിൽ h of x 3x ആണ് g of x എന്ന് പറയുന്നത് x minus 2 ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ g of 3x എന്ത് വരും x ഉള്ളിടത്ത് 3x ഇടണം അത്രയല്ലേ ഉള്ളൂ 3x minus 2 എന്ന് വരും അടുത്ത നമുക്ക് എന്താണുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് f കോമ്പോസിഷൻ g കോമ്പോസിഷൻ h g കോമ്പോസിഷൻ h 3x minus 2 ആണ് അപ്പൊ f ന്റെ ഉള്ളിൽ 3x minus 2 f of x എന്ന് പറയുന്നത് x plus 2 ആണ് ആ x ന് പകരം നമ്മൾ ഇനി എന്തിട്ട് കൊടുക്കണ്ടേ 3x minus 2 അപ്പൊ നമുക്ക് ആൻസർ എന്ത് വന്നു 3x എന്ന് വന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം A എന്ന് പറയുന്നത് 1 2 3 4 B എന്ന് പറയുന്നത് ABC
C എന്ന് പറഞ്ഞാൽ WXYZ, F from A to B, G from B to C, F from 1A, 2A, 3B, 4C. G എന്ന് പറയുന്നത് AX, BY, 1 to ഇതൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നത് G composition F ആണ്. അപ്പൊ നമുക്ക് Fന്റെ ഓരോന്നും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം G composition F of X. F of X എന്ന് പറയുമ്പോൾ X എന്താണ്? F of 1, 2, 3, 4 കാണണം. അപ്പൊ ആദ്യം G composition F of 1, അതായത് Gന്റെ ഉള്ളില് F of 1. Gന്റെ ഉള്ളിൽ F of 1. F of 1 നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനില് A. അപ്പൊ നമ്മൾ G of A കണ്ടുപിടിക്കണം. G of A എന്ന് പറയുന്നത് X ആണ്. അടുത്ത നമുക്ക് ഉള്ളത് എന്താണ്? അടുത്ത നമുക്ക് ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ G composition F of 2. അപ്പൊ Gന്റെ ഉള്ളിൽ F of 2. F of 2ന്റെ വാല്യൂ A. അപ്പൊ G of A. G of A നമുക്ക് എന്താ തന്നിട്ടുള്ളത്? X. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1ഉം Aക്ക് പോയിട്ടുണ്ട്, 2 എവിടേക്ക് പോയിട്ടുണ്ട്? Aക്ക് പോയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, 1ഉം 2ഉം കഴിഞ്ഞ് ഇനി 3ഉം 4ഉം കൂടി ചെയ്യണം. G composition F of 3. Gന്റെ ഉള്ളിൽ F of 3 ഇട്ട് കൊടുക്കണം. F of 3 P ആണ്. അപ്പൊ G of B കാണണം. G of B എന്ന് പറയുന്നത് Y ആണ്. അടുത്ത നമുക്ക് 4 ഇട്ട് കൊടുക്കണം. G composition F of 4. Gന്റെ ഉള്ളില് F of 4. Gന്റെ ഉള്ളില് F of 4ന്റെ വാല്യൂ എന്താ? 1 തന്നിട്ടുള്ളത്. അപ്പൊ G of F of 4 എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു മിനിറ്റ്. F of 4 ഇവിടെ കാണാനില്ല. F of 4 C എന്നാട്ടോ കൊടുത്തേക്കുന്നത്. ആ PDF കാണാത്തതാണ്. F of 4 എന്ന് പറഞ്ഞാൽ C ആണ്. അപ്പൊ G of C എന്ന് പറയുന്ന ആള് സെറ്റ് ആണ്. ഇത്രയും കണ്ടുപിടിക്കാവുള്ളൂ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് FGHR ഫംഗ്ഷൻ ഓഫ് ഇന്റീജർ such that F of n equal 10 square, G of n equal 10 plus 1, H of n equal 10 minus 1. Find F composition, G composition H, G composition F composition H, H composition F composition G. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? F composition Gയിൽ ആദ്യം ഇങ്ങനെ എഴുതി. Gന്റെ ഉള്ളിൽ H of X ഇട്ട് കൊടുത്തപ്പോ അത് കുഴപ്പമില്ല, Hന് പകരം n തന്നോണ്ട് n ഇട്ട് കൊടുക്കാം. Gന്റെ ഉള്ളിൽ H of n ഇട്ട് കൊടുത്തു. അപ്പോ ആദ്യം H of n എന്താണ്? n minus 1. G of n നമുക്ക് തന്നിട്ടുള്ളത് n plus 1 ആണ്. ഓക്കെ, അങ്ങനെയാണ് G of n minus 1. അതായത് n ഉള്ളിടത്ത് n minus 1 ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് വന്നു? n minus 1 plus 1 വന്നു, അതായത് n. F of n കിട്ടി. F of n ന്റെ വില n square. അടുത്തത് G composition F composition H ആണ്. അപ്പൊ Fന്റെ ഉള്ളിൽ H of n കൊടുത്തു. H of n എന്ന് പറയുന്ന വാല്യൂ എന്താണ്? n minus 1. F of n നമുക്ക് എന്താ തന്നിട്ടുള്ളത്? n square ആണ്. ഈ n ഉള്ളിടത്ത് നമ്മൾ ഇനി എന്താ കൊടുക്കേണ്ടത്? n minus 1 square കൊടുക്കണം. പിന്നെ അടുത്തത് നമുക്ക് G of n minus 1 square ആണ്. അപ്പൊ ഇവിടെ G of n എന്ന് പറയുന്നത് n plus 1 ആണ്. അപ്പൊ ഈ n പകരം നമുക്ക് എന്ത് ഇനി കൊടുക്കണം? n പകരം നമുക്ക് n minus 1 square കൊടുക്കണം. അപ്പൊ n minus 1 square plus 1 കിട്ടി. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n square minus 2n plus 1 plus 1 വരും അല്ലെ? a minus b whole square equal to a square minus 2ab plus b square. അപ്പൊ നമുക്ക് എന്ത് വന്നു? n square minus 2n plus 2 എന്ന് വന്നത്. ഇനി അടുത്തത് വീണ്ടും കോമ്പോസിഷൻ ആണ്. H composition F of composition G. Fന്റെ ഉള്ളിൽ G of n ഇട്ട് കൊടുത്തു. G of n ന്റെ വാല്യൂ n plus 1 ആണ്. F of n എന്ന് പറയുന്നത് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? F of n എന്ന് പറയുന്നത് n square ആണ്. അപ്പൊ ആ n പകരമാണ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? F of n plus 1. നമുക്ക് എന്ത് വന്നു? n plus 1 square എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? Hന്റെ ഉള്ളില് n plus 1 square കൊടുക്കണം. H of n എന്ന് പറയുന്നത് n minus 1 ആണ്. H of n എന്ന് പറയുന്നത് n minus 1 ആണ്. അപ്പൊ ഈ n പകരം നമ്മൾ റിപ്ലേസ് ചെയ്യേണ്ടത് n plus 1 square minus 1 ആണ്. നേരത്തെ പോലെ ഇത് plus 1 ആണ്, ഇത് minus 1 ആണ്. നമുക്ക് എന്ത് വരും? ആൻസർ എന്ത് വരും? n square plus 2n plus 1 minus 1. n square plus 2n നമുക്ക്
ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഫ്രം സെഡ് ടു സെഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈസ് എഫ് ഈസ് ഇൻവെർട്ടബിൾ. എഫ് ഇൻവെർട്ടബിൾ ആവണമെങ്കിൽ അത് എന്താവണം? 1 ആവണം, 1 ആവണം. അപ്പൊ നമ്മൾ അത് കാണിക്കണം. അപ്പൊ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എല്ലാവരും നന്നായി ചെയ്യാറുണ്ട്. പക്ഷെ 2 എന്ന് അങ്ങോട്ട് എഴുതി വലിപ്പിക്കാൻ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടും ആവാറുണ്ട്. എളുപ്പമാണ്. എന്താണ് നമ്മൾ 2 എന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത്? 1 ആദ്യം പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് എന്താണുള്ളത്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതി. അവിടെ നമുക്ക് എന്ത് കിട്ടും? x1 പ്ലസ് 5 ഈക്വൽ ടു x2 പ്ലസ് 5 കിട്ടും. 5ഉം 5ഉം ക്യാൻസൽ ചെയ്തപ്പോ x1 ഈക്വൽ ടു എന്ത് കിട്ടി? x2 എന്ന് കിട്ടി. അപ്പൊ എഫ് എന്തായി? 1 ആണ്. ഈ ഓൺ ടു എന്താ അർത്ഥം? എന്താ? നമ്മൾ അതിന്റെ എന്തിന്ന് എടുക്കുന്നു? ഈ റേഞ്ചിൽ നിന്ന് ഒരു എലമെന്റിനെ എടുക്കുന്നു. ഓക്കെ, റേഞ്ചിന് ഫോർ എവരി y എലമെന്റ് ഓഫ് ഇന്റീജർ. അപ്പൊ നമ്മള് സെഡിന്ന് എന്തെടുക്കുന്നു? ഇവിടെ നമുക്ക് ഓൺ ടു ആന്നല്ലേ കാണിക്കണ്ടേ? ഓൺ ടു ആന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആവണം. അപ്പൊ നമ്മള് എന്താണ് ശരിക്കും കാണിക്കുന്നത്? കോഡൊമൈൻ ഒരു എലമെന്റ് എടുത്തിട്ട് ആ എലമെന്റ് ഇമേജ് ആയി വരുന്ന രീതിയിൽ ഒരു ഡൊമൈനിൽ ഒരു എലമെന്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ കോഡൊമൈൻ ഒരു എലമെന്റിന് എടുത്തു y. ഫോർ എവരി y എലമെന്റ് ഓഫ് സെറ്റ് വി ഗെറ്റ് എന്ത് കിട്ടും നമുക്ക്? എക്സ് സച്ച് ദാറ്റ്. ആ എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ തരുമല്ലോ. ആ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തരും. അതിന് ഞാൻ y എന്ന് എഴുതി. y ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? y മൈനസ് 5. ഓക്കെ, y മൈനസ് 5 അല്ല. അപ്പൊ നമ്മള് അതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കും? എഫ് ഓഫ് y മൈനസ് 5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5 ആണ് അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5 ആണ്. അപ്പൊ ഈ എക്സിന് പകരം നമുക്ക് വന്നിട്ടുള്ളത് y മൈനസ് 5 ആണ്. എക്സിന് പകരം ഞാൻ y മൈനസ് 5 എന്ന് എഴുതുമ്പോൾ എന്ത് വരും? y മൈനസ് 5 പ്ലസ് 5 ചെയ്യുമ്പോൾ y എന്ന് കിട്ടും. ഇവിടെ എന്താണ് ഞാൻ ചെയ്തത്? കോഡൊമൈൻ ഒരു എലമെന്റ് ആർബിറ്ററി എടുത്തു. അത് ഇമേജ് വരുന്ന ഒരു ആരെ കിട്ടി? ഒരു എലമെന്റിനെ കിട്ടി അല്ലെ? ഉറപ്പായിട്ട് ഈ y മൈനസ് 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റീജർ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? എഫ് ഓൺ ടു ആണ്. എഫ് 1 ആണ് ഓൺ ടു ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ഇൻവെർട്ടബിൾ ആണ്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു നേരത്തെ നമ്മള് സൈഡിൽ കണ്ടുപിടിച്ചില്ലേ y മൈനസ് 5. എഫ് ഇൻവേഴ്സ് y ആണ് എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? y മൈനസ് 5. എഫ് ഇൻവേഴ്സ് എക്സ് ആണ് എഴുതണമെങ്കിൽ എക്സ് മൈനസ് 5. ഏത് രീതിയിൽ എഴുതിയാലും എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. ഓക്കെ, അതിൽ ഇത്തിരി എന്താണ് ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാനാണ്. അതായത് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണതിനാണ് കുറച്ച് അവർ ബുദ്ധിമുട്ട് കാണിച്ചിട്ടുള്ളത്. ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കോഡൊമൈൻ ആർബിറ്ററി ആയിട്ട് ഒരു എലമെന്റിന് എടുത്തു. അത് ഇമേജ് ആയി വരുന്ന ഒരു എലമെന്റ് എവിടെ ഉണ്ടാവും? ഡൊമൈനിൽ ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സിനെ അങ്ങോട്ട് y എന്ന് റിപ്ലേസ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടുപിടിക്കും. അപ്പൊ എനിക്ക് ആ ഡൊമൈനിലുള്ള എലമെന്റ് ആരാന്ന് കിട്ടി? y മൈനസ് 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫോർ എവരി y എലമെന്റ് ഓഫ് സെറ്റ് വി ഗെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു y മൈനസ് 5. എന്നിട്ട് എന്ത് ചെയ്തു? എഫ് ഓഫ് y മൈനസ് 5 ഈക്വൽ ടു y. അങ്ങനെ എഴുതി നമ്മൾ അവസാനിപ്പിക്കും. ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത സെയിം സാധനമാണ്. ഇപ്പൊ y മൈനസ് 5 ആണ് എഴുതണമെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് y. എക്സ് മൈനസ് 5 ആണ് എഴുതണമെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ വിത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. ഇതൊരു വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. നിങ്ങളുടെ പേപ്പറിലല്ല, നിങ്ങളുടെ 19 സ്കീമിൽ ഉണ്ടായിരുന്നതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് എഫ് ഇൻവെർട്ടബിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈവൻ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്താവില്ല? 1 ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് എന്ത് വരും? -2നും 2നൊക്കെ ഒരേ ഇമേജ് വരും. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതെന്ത് സംഭവിക്കും? 1 അല്ല, 1 അല്ലെങ്കിൽ ഇൻവെർട്ടബിൾ അല്ല. അങ്ങനെ വന്നേതാ. പിന്നെ ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഈസ് നോട്ട് ഇൻവെർട്ടബിൾ. നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ നമ്മൾ ഇ റേസ് ടു എക്സിന്റെ ഫിഗർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആർ ടു ആർ ആണ് ഫുള്ള് പറഞ്ഞിട്ടുള്ളത്. ഇതില് നമുക്ക് എന്ത് വരുന്നു? റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ
ആർ പ്ലസ് ആണ് അല്ലെ. റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ് ഇ റേസ് ടു എക്സിൽ കിട്ടുള്ളൂ. നെഗറ്റീവ് നമ്പേഴ്സിന് നമുക്ക് എന്ത് കിട്ടില്ല, റേഞ്ച് ആയിട്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ കോഡൊമൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആറും റേഞ്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, ആർ പ്ലസ് ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്താ